ഇവിടെ ആരുമില്ലേ? നിങ്ങളാരാ? നമ്മൾ കമ്മത്ത് ചിന്നപ്പൻ പറഞ്ഞിട്ട് വരാൻ കൊടുത്തതാണ്. നമ്മൾ ഗുണ്ടയാണോ ഗുണ്ട? എവിടെ നമ്മളുടെ കമ്മീഷൻ? ഓ, ആദ്യം ജോലി ചെയ്, എന്നിട്ടല്ലേ കമ്മീഷൻ. ഓക്കെ, എന്നാൽ താൻ ഭാര്യയെ വിൽക്കാൻ കൊടുക്ക. ഓക്കെ, 3 4. അയ്യോ, എന്നൊരു ഗുണ്ട വന്ന് തല്ലി കൊല്ലുന്നേ. എടോ, തല്ലെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ ഇവിടുത്തെ കിടന്ന് കൂവണത്? ഓ, ഒന്നും ഉണ്ടായിരിക്കണോ? ആക്ടിങ് ആക്ടിങ്. അയ്യോ, ഓടി വായോ. അയ്യോ, ചേട്ടനൊന്നും ചെയ്യരുത്. നിങ്ങൾ ആരാ? നമസ്കാരം പെങ്ങളെ, നമ്മൾ വലിയ ഗുണ്ടയാണ്. നമ്മളുടെ പേര് കമ്മത്ത് ജോസ്. എടോ, കമ്മത്തല്ല, കാട്ടാള ജോസ്. എന്നാൽ കാട്ടാളൻ കമ്മത്ത് ജോസ്. കമ്മത്ത് വിട്ടുള്ള ഒരു കളിക്ക് നമ്മളില്ല. ഓ, ഇയാള് കൊളവാക്കും. പെങ്ങളെ, ഇനി മറ്റൊരു കാര്യം പറയാൻ കൊടുക്കട്ടെ. നമ്മൾ എത്രയോ പേരെ കൊല്ലാൻ കൊടുത്തിട്ടുണ്ടല്ലോ. തിരുമൽ ദേവ മറന്നു പോയല്ലോ. 2 ആണോ 3 ആണോ എന്ന് പറയാൻ കൊടുക്കണോ? 4ആയിരിക്കും. അതെങ്ങനെ നിങ്ങൾക്കറിയാം? 2 3 കഴിഞ്ഞ പിന്നെ 4ആയിരിക്കുമല്ലോ. ശരിയാണ്, നമ്മൾ 4 പേരെ കൊല്ലാൻ കൊടുത്തിട്ടുണ്ട്. എവിടെ കൊണ്ടു കൊടുത്തു? എടി, കൊന്നെന്നാണ് പറഞ്ഞത്. അയ്യോ, അതുകൊണ്ട് പെങ്ങളുടെ കഴുത്തിലുള്ള ആ മാല, തിരുമൽ ദേവ മാല കാണാനില്ലല്ലോ. നമുക്ക് വീട് മാറിപ്പോയെന്നാണ് തോന്നണത്. വീട് മാറിപ്പോകാൻ കുറച്ചോളൂ തനിക്ക്. അയ്യോ, വീട് മാറിയൊന്നും പോയിട്ടില്ല ജോസേട്ടാ, ഇത് തന്നെയാ വീട്. എടി, നിന്റെ കഴുത്തേ കിടന്ന മാല എന്തേ? അയ്യോ, അത് നിങ്ങൾ എടുക്കുമെന്ന് കരുതി ഞാൻ അലമാരി കൊണ്ട് പൂട്ടി വെച്ചേക്കുവാ. എടി, അയാള് കത്തിയെടുത്ത് കുത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി മാല എടുത്തിട്ട് വാ. പോകാണ്ടേ? എന്തോ ഒരു കുടൽമാലയുടെ ഡയലോഗും കൂടി പറയാൻ ബാക്കിയുണ്ടല്ലോ. എന്തായിരുന്നു അത്? കുത്തി കുടൽമാല എടുക്കുന്നില്ലേ, അതവക്കറിയാം. കമ്മത്തി ജോസേട്ടൻ ഒന്നും മിണ്ടാതിരിക്കും. എടി, നീ പോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ആക്ടിങ്? സൂപ്പർ. ഗുണ്ടയല്ലെന്ന് ഒരാളും പറയില്ല. ഓ, എടോ, താൻ നശിപ്പിക്കുവോ? ക്ഷമിക്കണം, ആ കുട്ടി നമ്മൾക്ക് പെങ്ങളെ പോലെയാണ്. അത് മാത്രം നമ്മൾ ചെയ്യില്ലടോ. അയ്യോ, ഗുണ്ടച്ചേട്ടാ, മാല പിടിച്ചോ. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ആരുമില്ലടാ അവിടെ. അയ്യോ, ഇതാരാ? അയ്യോ, ഇയാള് വരൂലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇപ്പൊ എന്തിനാണ് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഈ കമ്മീഷന് കേട്ടപ്പോ പിന്നെ ഇരിപ്പ് ഉറച്ചില്ല. ഈ പരസ്പര സഹായാണല്ലോ എല്ലാത്തിനും വലുത്. ഏത്? എന്താ പറഞ്ഞേ? നമ്മളാണ് ഹാജിയാരി ജോസ്. ആചാര്യ ജോസോ? ഹാജിയാൻ ജോസ് അല്ല, കാട്ടാളൻ ജോസ്. എന്നാ കാട്ടാള ഹാജിയാരി ജോസ്. നമ്മള് വലിയ ഗുണ്ടേണ് മോളെ. 4 പേരെ നമ്മള് കുത്തിക്കൊന്നിട്ടുണ്ട്. അന്റെ കഴുത്തി കിടക്കണ മാല ഞമ്മക്ക് തന്നില്ലെങ്കിൽ അന്റെ കുടൽമാല ഞമ്മളെടുക്കും. ഏത്? അന്റെ കുടൽമാല. ഇത് പറയണ ഞമ്മടെ പേര് മോള് മറക്കണ്ട. കാട്ടാളൻ ഹാജിയാരി ജോസ് എന്നാണ്. എങ്ങനെയുണ്ട്? ലൈഫല്ലേ? പിന്നെ ഭീകരം. അപ്പൊ കമ്മീഷൻ ഡബിൾ ഔട്ടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും കമ്മീഷൻ ഡബിൾ ആക്കണം. നമ്മളുടെ പെർഫോമൻസിന് എന്താണ് കുറവ്? പെങ്ങൾ പറയാൻ കൊടുക്കാം. നമ്മളിൽ ആരാണ് നല്ല ഗുണ്ടയായിട്ട് അഭിനയിച്ചത്? അതിലെന്താണ് ഇത്ര സംശയം? നമ്മൾ തന്നെ. ഓള് വരണ്ടു നിൽക്കണ നെപ്പ് കണ്ട ഫസ്റ്റ് പ്രൈസ് ഞമ്മക്ക് തന്നെ. ആ ഫസ്റ്റ് പ്രൈസ് തനിക്കല്ല, നമുക്കാണ് തരേണ്ടത്. കാരണം നമ്മളാണ് ഇവിടെ ആദ്യം വരാൻ കൊടുത്തത്. ഒരു ഗുണ്ടയ്ക്ക് വേണ്ടത് ടൈമിംഗ് ആണ്. ടൈമിംഗ് നീ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും, പക്ഷേ 5 ഡയലോഗ് പറഞ്ഞ ഞമ്മളാണ്. അതിന് താൻ എന്താണ് ഇവിടെ ഡയലോഗ് പറയാൻ കൊടുത്തത്? താൻ ഇവിടെ വന്നിട്ട് പാട്ടല്ലേ പാടിയത്? തനിക്ക് വല്ല റിയാലിറ്റി ഷോയിൽ പോയിക്കൊള്ളണം. ഈ വല്ലാണ്ട് വർത്താനം പറയണ്ട. ഞമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്മീഷൻ കമ്മീഷൻ നമ്മൾ മരിച്ചിട്ട് നമ്മൾ മേടിക്കൊള്ളണം. മേടിക്കൂല, ഞമ്മള് മേടിക്കും. നിർത്തിപ്പങ്ങളെ, ഇനി ജഡ്ജ്മെന്റ് പറയാൻ കൊടുക്ക. സത്യം പറഞ്ഞു. നിങ്ങൾ ആര് പറഞ്ഞിട്ടാ ഇവിടെ വേഷം കെട്ടി വന്നത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. നിർമ്മൽ ദേവ, പോലീസിനെ വിളിക്കരുത്. അയാൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരാൻ കൊടുത്തത്. ആര്? ചെന്നപ്പൻ. ആരുമില്ലല്ലോ ഇവിടെ. ആരുമില്ലെന്ന്. ഞാൻ കാട്ടാളൻ ജോസ്. അതെ, ഞാൻ 4 പേരെ കൊന്നിട്ടുണ്ട്. എടാ, നീ ഇവക്കും സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്താ? മിക്കവാറും നമ്മുടെ സ്ക്രിപ്റ്റ് ഇപ്പൊ കീറും. ഹലോ, ഇവര് നിങ്ങളെ പോലെ 2 കാട്ടാളൻ ജോസുമാരാ. അവരുടെ കൂടെ